بسم الله الرحمن الرحيم الله ولي الذين آمنوا يخرجهم من الظلمات إلى النور والذين كفروا أولياؤهم الطاغوت يخرجونهم من النور إلى الظلمات أولئك أصحاب النار هم فيها خالدون صدق الله العلي العظيم. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, സന്മാർഗത്തെ ഇറുകപ്പിടിച്ചും സൽസ്വഭാവത്തെ മുറുകെ പിടിച്ചും മുത്തഖീങ്ങളായി ജീവിക്കാൻ ആദ്യമേ എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്. അറിഞ്ഞും അറിയാതെയും ചെയ്തതും പറഞ്ഞതുമായ ചെറുതും വലുതുമായ പാപങ്ങൾ, പാതകങ്ങൾ ദയാലുവായ പടച്ച തമ്പുരാൻ പുറത്തു തരുമാറാകട്ടെ. ജീവിതയാത്രയിൽ നല്ല നല്ല അഭിലാഷങ്ങൾ പൂവണിയിച്ചും നല്ല നല്ല അനുഭവങ്ങൾ സമ്മാനിച്ചും അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികൾ, അവർക്ക് ആരോഗ്യം, വീടില്ലാത്തവർക്ക് വീട്, സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവർക്ക് സമ്പത്ത്, മനോദുഃഖം അനുഭവിക്കുന്നവർക്ക് മനഃശാന്തി, മരണപ്പെട്ടുപോയവർക്ക് സ്വർഗവും നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ വിദ്യാലയങ്ങളിലേക്ക് മടങ്ങാൻ ഒരുങ്ങുകയാണ്. പുതിയ ക്ലാസുകളിലേക്കും പുതിയ സ്കൂളുകളിലേക്കും പുതിയ ക്യാമ്പസുകളിലേക്കും മടങ്ങിപ്പോകുന്ന മക്കൾക്ക് പടച്ച തമ്പുരാൻ എല്ലാ ബറക്കത്തും റഹ്മത്തും വർഷിക്കുകയും ഇഹത്തിലും പരത്തിലും വിജയിക്കുന്ന സൽസന്താനങ്ങളാക്കി അള്ളാഹു അവരെ മാറ്റുകയും ചെയ്യുമാറാകട്ടെ. സ്വാഭാവികമായും വിദ്യാപ്രവേശനത്തിനോടനുബന്ധിച്ച് ഉണ്ടായിത്തീരുന്ന ചിലവുകളും മറ്റു പ്രയാസങ്ങളുമൊക്കെ എളുപ്പമാക്കി അള്ളാഹു ഓരോ കുടുംബങ്ങളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നാമും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം അത് ശക്തമാണോ സുദൃഢമാണോ എന്ന് നാം എപ്പോഴും പരിശോധിച്ചു കൊണ്ടിരിക്കണം. നമുക്ക് ലോകത്ത് ആരൊക്കെയായിട്ട് ബന്ധമുണ്ടെങ്കിലും എന്തെല്ലാം സംവിധാനങ്ങളും സാമഗ്രികളും നമ്മുടേതായിട്ടുണ്ടെങ്കിലും അള്ളാഹുവുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധത്തിന്റെ അഭാവത്തിൽ ബാക്കിയെല്ലാം നിരർത്ഥകവും നിഷ്ഫലവുമാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അള്ളാഹുവും വിശ്വാസിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, സത്യവിശ്വാസിയും സർവലോകനാഥനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഊഷ്മളമായ സ്നേഹബന്ധമായിട്ടാണ്, പരസ്പരം ഇഷ്ടപ്പെടുന്ന ബന്ധമായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, സ്വർഗത്തിലെത്തിച്ചേരുന്ന വിശ്വാസികളുടെ മനോഗതി അള്ളാഹു അവരെയും അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെടുന്നവരാണ് എന്നാണ് ഖുർആൻ വിവരിക്കുന്നത്. അതിന്റെ മറ്റൊരു പേരാണ് യഥാർത്ഥത്തിൽ ഈമാൻ. ആ മാനസികാവസ്ഥയുടെ പേരാണ് മൻ അഹബ്ബ ലില്ലാഹ് വ അബ്ഗള ലില്ലാഹ് വ അഅതാ ലില്ലാഹ് വ മനഅ ലില്ലാഹ് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. നമ്മുടെ ഇഷ്ടവും ഇഷ്ടക്കേടും, നമ്മുടെ നൽകലും നൽകാതിരിക്കലും അള്ളാഹുവിന്റെ തൃപ്തിയെ ബാധിച്ചു മാത്രമാണെങ്കിൽ അവനാണ് വിശ്വാസത്തിൽ പൂർണ്ണത കൈവരിച്ചത് എന്നാണ് ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, സൂറത്തുൽ ഹുജറാത്തിൽ അള്ളാഹു പറയുന്നത് അവര് മാത്രമാണ് യഥാർത്ഥത്തിൽ വിജയികളും അല്ലെങ്കിൽ നേർമാർഗം സിദ്ധിച്ചവരും എന്നാണ് എന്നുകൂടി നമുക്ക് കാണാൻ കഴിയും. ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വകറഹ ഇലൈക്കുമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ ഉലൈക ഹുമുർ റാഷിദൂൻ. അല്ലാഹു പറയുന്നു, ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞ ആ ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു ഈമാൻ
അള്ളാഹു തൃപ്തികരമാക്കി തന്നിരിക്കുന്നു. വസയ്യനഹു ഫീ ഖുലൂബിക്കും, അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ അലങ്കരിക്കുകയും ചെയ്തിരിക്കുന്നു. മറുവശത്തോ വകറഹ ഇലൈക്കുമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ, ധിക്കാരവും വഷളത്തരവും കുഫർ നിഷേധവും നിങ്ങൾക്ക് അങ്ങേയറ്റം വെറുപ്പുള്ളതുമാക്കി മാറ്റിയിരിക്കുന്നു. അവസാനിപ്പിച്ചില്ല, വഉലൈക ഹുമുർ റാഷിദൂൻ, ആ ഒരു മാനസികാവസ്ഥ പ്രാപിച്ചവർ മാത്രമാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളായ നേർമാർഗം സിദ്ധിച്ചവർ എന്നുകൂടി പടച്ചതമ്പുരാൻ പറയുമ്പോൾ, പ്രിയമുള്ള സഹോദരന്മാരെ, ഞാനും നിങ്ങളും നമ്മുടെ മനോഗതിയെക്കുറിച്ച്, മാനസികാവസ്ഥയെക്കുറിച്ച് എപ്പോഴും വിചാരണ ചെയ്തുകൊണ്ടിരിക്കുക തന്നെ വേണ്ടതുണ്ട്. അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാണെങ്കിൽ നന്മകളോടുള്ള അതിരറ്റ സ്നേഹം നമ്മുടെ മനസ്സുകളിൽ അലയടിച്ചു കൊണ്ടിരിക്കും. അതല്ലെങ്കിൽ അതുപോലെ തന്നെ തിന്മകളോടുള്ള തീർത്താൽ തീരാത്ത വിരോധവും നമ്മുടെ മനസ്സിൽ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് വിശ്വാസത്തിന്റെ അടയാളങ്ങളായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് എന്ന് നമ്മൾ ഓർക്കുക. എന്നാൽ ഇതല്ല നമ്മുടെ അവസ്ഥയെങ്കിൽ ആരാധനകളോട്, അനുഷ്ഠാനങ്ങളോട്, പ്രാർത്ഥനകളോട് നമുക്ക് വിരസതയും അലസതയുമാണ് അനുഭവപ്പെടുന്നത് എങ്കിൽ, മറുവശത്ത് നമ്മുടെ ജീവിതത്തിൽ, സ്വഭാവത്തിൽ, സംസ്കാരത്തിൽ, പ്രവൃത്തികളിൽ തിന്മകളാണ് കളിയാടുന്നതെങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, നാമും അല്ലാഹുവും തമ്മിലുള്ള ബന്ധം ഇനിയും ശരിയായിട്ടില്ല എന്ന് സ്വയം തിരിച്ചറിയാൻ കഴിയുന്നിടത്താണ് വിശ്വാസി വിജയിക്കുന്നത് എന്ന് എൻ്റെ സഹോദരങ്ങൾ അറിയണം. എന്ന് മാത്രമല്ല, നമുക്കേറെ വിലപ്പെട്ടതും നമുക്കേറെ വിലപ്പെട്ടവരും ഒരു ദിവസം നമ്മിൽ നിന്ന് അകന്നു പോവുകയും നമ്മളും നമ്മുടെ റബ്ബും മാത്രം തനിച്ചാവുകയും ചെയ്യുന്ന ഒരു കാലം നമ്മുടെ സമീപത്തുണ്ട് എന്ന് നമ്മൾ അറിയണം. മരണത്തോടു കൂടി നാം എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ സന്തോഷിപ്പിക്കുവാൻ, നമ്മുടെ ഇണകളെ തൃപ്തരാക്കാൻ, നമ്മുടെ കൂട്ടുകാരെ ചിരിപ്പിക്കാൻ, നാട്ടുകാരെ ബോധിപ്പിക്കാൻ അള്ളാഹു പഠിപ്പിച്ചതിനപ്പുറത്ത് കടന്നുകൊണ്ടുള്ള എന്ത് വഴികൾ നമ്മൾ സ്വീകരിച്ചാലും, 6 അടി മണ്ണിൽ നമ്മൾ വിശ്രമിക്കുമ്പോഴും നമ്മൾ ചെയ്ത ഓരോ കർമ്മത്തിനും അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്നും നേരത്തെ പറഞ്ഞ ആളുകളൊക്കെ ഒരു വേള ഭൂമിയുടെ മുകളിൽ എല്ലാം മറന്ന്, നമ്മയും മറന്ന് വിഹരിക്കുകയായിരിക്കും എന്ന പരമാർത്ഥത്തെ കുറിച്ച് തിരിച്ചറിയാനും പ്രിയമുള്ള സഹോദരന്മാരെ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കാരുണ്യത്തിന്റെ കടലായ റബ്ബുമായി എപ്പോൾ കൈനീട്ടിയാലും പാപമോചനത്തിന് കൈനീട്ടുന്നവനും കൈനിറയെ പ്രതിഫലങ്ങളും സമ്മാനങ്ങളും നൽകുന്ന റബ്ബുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധത്തെ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കണം. അതിൽ മാത്രമാണ് നമ്മുടെ വിജയത്തിന്റെ വഴിയുള്ളത്. അതിൽ മാത്രമാണ് നമ്മുടെ പുരോഗതിയുടെ വഴിയുള്ളത്. ഞാൻ ഓതി വെച്ച ആയത്തും അതാണ് സൂചിപ്പിച്ചത്. അല്ലാഹു വലിയുല്ലദീന ആമനു, അല്ലാഹുവിൽ വിശ്വസിച്ച വിശ്വാസികളുടെ രക്ഷാധികാരി അല്ലാഹുവാണ്. യുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂർ, അല്ലാഹു ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മാത്രമേ നിങ്ങളെ കൊണ്ടുപോകൂ, വിജയത്തിലേക്ക് മാത്രമേ നിങ്ങളെ കൊണ്ടുപോകൂ. ഇരുട്ടറകളിൽ നിന്ന് വെള്ളി വെളിച്ചത്തിലേക്കാണ്, വിശ്വാസത്തിന്റെ വിജയത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് മാത്രമാണ് റബ്ബ് നിങ്ങളെ ആനയിക്കുക. മറുവശത്ത് തൊട്ടു ചേർന്നുള്ള പറഞ്ഞു വല്ലദീന കഫറു, എന്നാൽ നിഷേധികൾ, വല്ലദീന കഫറു അവരുടെ ഔലിയാക്കൾ അത് താഗൂത്തുകളാണ്. അള്ളാഹുവിന്റെ സ്ഥാനം താഗൂത്തുകൾക്ക് നൽകിയവരാണവർ. താഗൂത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം, ചിലപ്പോൾ ദൈവവിരുദ്ധമായ വ്യക്തികളാകാം, ഫറോവയെ പോലെ. അതല്ലെങ്കിൽ ദൈവവിരുദ്ധമായ പ്രസ്ഥാനങ്ങളാവാം, ഭൗതിക പ്രസ്ഥാനങ്ങളാകാം, ഇസങ്ങളാവാം. ഇത് അവരിൽ രക്ഷയും രക്ഷകരെയും കണ്ടെത്തുന്നവർ ഓർക്കുക, അവസാനം എല്ലാ വെളിച്ചവും നഷ്ടപ്പെട്ട് നരകത്തിന്റെ കുണ്ടിൽ ചെന്ന് ഇരുട്ടിൽ പതിക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പറഞ്ഞു വെക്കുന്നത്. എന്നീ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കണം. അതാണ് അല്ലാഹു പറഞ്ഞത്, അവരുടെ യാത്ര യുഖ്രിജുഹും മിനൻ-നൂരി ഇലൽ-ളുലുമാത്, വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്കാണ്. ഉലൈക ഹും അസ്ഹാബുൻ നാർ, നരകാവകാശികളാണവർ, അതിലവർ നിത്യവാസികളുമാണ്.
അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഏത് സന്ദർഭത്തിലും അള്ളാഹുവുമായുള്ള ബന്ധത്തെ മുറുകെ പിടിക്കുന്നതിൽ വല്ലാത്ത കണിശത പുലർത്താൻ എന്നോടും എന്റെ സഹോദരങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഓരോ ദിവസവും പ്രഭാതത്തിൽ നിരവധിയായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അത് നിറവേറ്റാൻ വേണ്ടി പുറപ്പെടുന്നവരാണ് നമ്മള്. അത് പൂർത്തീകരിക്കാൻ വേണ്ടി പണിയെടുക്കുന്നവരാണ് നമ്മള്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇതേ സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. എന്നാൽ ഈ വിശ്വാസം നമ്മോടൊപ്പമുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനും അതിൽ ബർക്കത്ത് ലഭിക്കാനും അത് ആസ്വദിക്കാനും ഒക്കെയുള്ള സൗഭാഗ്യം ഈ വിശ്വാസത്തോടിന്റെ സ്വാഭാവികമായ പ്രതിഫലം കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ മഹാനായ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം മൂസാ നബിയുടെ ഉമ്മയോട് ഈ വിശ്വാസം നൽകുന്ന ഒന്നാണ് തവക്കുൽ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാനുള്ള കഴിവ്. മൂസാ നബി അലൈഹിസ്സലാമയുടെ ഉമ്മയോട് അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്, നിന്റെ കുഞ്ഞിനെ നീ അതിനെ മുലയൂട്ടുക. നീ ഭയപ്പെടുകയാണെങ്കിലോ ഒരു പാത്രത്തിലാക്കി ഒരു പെട്ടിയിലാക്കി നൈലിന്റെ ഓടങ്ങളിൽ ഒഴുക്കി വിടുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ഉമ്മ തന്റെ അരുമ സന്താനത്തെ ഈ ഒരു കടലിലേക്ക് ഒരു നദിയിലേക്ക് ഒഴുക്കുവാൻ എത്രമേൽ ഭയപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹുവിലുള്ള അചഞ്ചലമായ തവക്കുൽ അവർക്കതിന് കരുത്ത് നൽകി. അള്ളാഹു അവർക്ക് വാഗ്ദാനം നൽകി, ഈ കുഞ്ഞിനെ ഞാൻ നിനക്ക് തിരിച്ചു തരും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ ഞാൻ ഒന്നുകൂടി ഓർത്തു വെക്കാണ്, പത്രത്തിൽ ഓരോ ദിവസവും നമ്മൾ വായിക്കുന്ന വാർത്തകൾ അരുമ മക്കളെ അറുകൊല ചെയ്യാൻ മടിക്കാത്ത ഒരുപാട് സംഭവങ്ങളാണ് ഓരോ ദിവസവും പത്രത്തിൽ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. അവിഹിതത്തിന്റെ അപമാനവും അപകടവും ഒഴിവാക്കാൻ അതിന്റെ അവശിഷ്ടമായി കരുന്ന അരുമ സന്താനങ്ങളെ, അരുമ മക്കളെ അറുകൊല ചെയ്ത് 6 അടി മണ്ണിൽ കുഴിച്ചു മൂടുന്ന ഭീകരമായ വാർത്തകൾ ഓരോ ദിവസവും നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഓർക്കുകയും അറിയുകയും ചെയ്യേണ്ടത്, യഥാർത്ഥത്തിൽ വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു വാക്യം, വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക യൽക അസാമ യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ. അവർ അതിൽ കണ്ടുമുട്ടുക തന്നെ ചെയ്യും, അതിന്റെ അപമാനം ഒരു നാൾ അവർ അനുഭവിക്കും. പോരാ, യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ, ഖിയാമത്ത് മേൽ ഇരട്ടിയായി അതിന്റെ ശിക്ഷ അവർ അനുഭവിക്കുകയും ചെയ്യും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ക്രൂരത ചെയ്തവർ പക്ഷേ രക്ഷപ്പെടാതെ ഇവിടുന്ന് തന്നെ ശിക്ഷ അനുഭവിക്കുന്ന വാർത്തകളാണ് നമ്മൾ വായിക്കുന്നത്. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ, നാളെ പടച്ച തമ്പുരാന്റെ കോടതിയിൽ, നാളെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച ഒരു കാര്യം കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഈ മക്കൾ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്ന, കുഴിച്ചു മൂടപ്പെട്ടവൾ എഴുന്നേറ്റ് നിന്ന് ചോദിക്കുന്ന ഒരു ദിനം, എന്തിനാണോ എന്നെ കൊന്നത് എന്ന്, എന്ത് തെറ്റ് ചെയ്തിട്ടാണോ എന്നെ കൊന്നത് എന്ന് ഈ മക്കൾ ചോദിക്കുന്ന ഒരു ദിനവും അത്തരം ആളുകളെ കാത്തിരിക്കുന്നുണ്ട് എന്നറിയുമ്പോഴാണ്, പ്രിയമുള്ളവരെ, എത്ര വലിയ ഭീകരമായ കൃത്യങ്ങളാണിത് എന്ന് നമ്മൾ ഓർക്കേണ്ടത്. കൂട്ടത്തിൽ ഒന്നുകൂടി ഞാൻ ഓർത്തു, കഴിഞ്ഞ ദിവസം പത്രത്തിൽ കണ്ട ഒന്നാണ്, വാടക വീട് ഒഴിഞ്ഞപ്പോ ആ വാടക വീടിനോടൊപ്പം തന്റെ പിതാവിനെയും ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ മകന്റെയും കുടുംബത്തിന്റെയും വാർത്ത. പ്രിയമുള്ള സഹോദരങ്ങളെ, അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിലാണ്, തമിഴ്നാട്ടിലാണെന്ന് തോന്നുന്നു, വ്യവസായിയായ സമ്പന്നനായ പിതാവ് അദ്ദേഹത്തിന്റെ വീടിന്റെ സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോ ആരോഗ്യ ദൃഢഗാത്രനായ മകൻ വന്ന് കൈകൊണ്ടടിച്ചും കാലുകൊണ്ട് തൊഴിച്ചും കൊലപ്പെടുത്തുന്ന CCTV ദൃശ്യങ്ങള് വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയുണ്ടായി. പ്രിയമുള്ള സഹോദരങ്ങളെ, കൈയാണോ കാലാണോ വളരുന്നത് എന്ന് ആറ്റുനോക്കി വളർത്തിയ മക്കൾ അതേ കയ്യും കാലും ഉപയോഗിച്ച് കൊലപ്പെടുത്തും ഒരു മടിയും കാണിക്കാത്ത ഒരു ലോകത്ത്. ഞാൻ ഈ സന്ദർഭത്തിൽ ഓർത്തു പോകുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തന്റെ അനുയായികളോട് പറഞ്ഞു, നിങ്ങൾ ഇന്നമിനൽ കബായിർ, മഹാപാപങ്ങളിൽപ്പെട്ടതാണ് ഒരാൾ തന്റെ മാതാവിന് അസഭ്യം പറയുന്നത്. ഉടൻ തന്നെ സഹാബക്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, റസൂലേ, അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? റസൂലുള്ളാഹി പറഞ്ഞു, ശരിയാണ്, നിങ്ങളത് ചെയ്യൂല. ഏത് ആ ഒരു കാലവും റസൂൽ പറഞ്ഞു, നിങ്ങൾ മറ്റൊരുത്തന് അസഭ്യം പറയും, അവൻ നിങ്ങളുടെ മാതാവിന് അസഭ്യം പറയും, അത് നിങ്ങൾ നിങ്ങളുടെ മാതാവിന് അസഭ്യം പറയുന്നതിന് തുല്യമാണ്.
അത് മഹാപാപമാണെന്ന് പഠിപ്പിച്ച ആ പ്രവാചകന്റെ സമൂഹത്തിന് മാതാപിതാക്കൾ അങ്ങനെ പറയുന്നത് പോലും ഒരു നടക്കുന്ന കാര്യമാണോ എന്ന് ചിന്തിച്ചിടത്ത് നിന്നാണ് ക്രൂരമായി കൊലപ്പെടുത്തുന്ന, അതിനൊരു മടിയും മറപ്പുമില്ലാത്ത ഒരു പുതിയ സമൂഹം രൂപപ്പെട്ടിട്ടുള്ളത് എന്നെന്റെ സഹോദരങ്ങൾ അറിയണം. യഥാർത്ഥത്തിൽ ഈ ഹതഭാഗ്യരായ മക്കൾ മാതാപിതാക്കളെ കൊലപ്പെടുത്തുകയും അവരെ പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഹതഭാഗ്യരായ മക്കൾ യഥാർത്ഥത്തിൽ അവരുടെ സ്നേഹമോ അവരുടെ സ്ഥാനമോ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിലാക്കാൻ ഭാഗ്യം കിട്ടാതെ പോയവരായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരാവർത്തനം ഞാൻ ഭയപ്പെടുന്നുണ്ടെങ്കിലും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു 80 വയസ്സുകാരനായ പിതാവ് മരണാസന്നനായ സന്ദർഭത്തിൽ 60കാരനായ തന്റെ മകനോട് പറഞ്ഞത് ഒരിക്കൽ സൂചിപ്പിച്ചതാണെങ്കിലും ഒരു നേരിട്ടുള്ള അനുഭവം എന്ന നിലക്കൊന്നുകൂടി ആവർത്തിക്കുകയാണ്. ആ 80കാരനായ പിതാവ് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് 60കാരനായ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞത്, മോനെ, എനിക്ക് നിന്നെ കണ്ണിറയെ കണ്ണന്റെ പൂതി തീർന്നില്ല എന്നതാണ് ആ പിതാവിന്റെ സങ്കടമായി പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ പിതാവും അവരുടെ മക്കളോടുള്ള ഹൃദയബന്ധം അതാണ്. പക്ഷെ അത് തിരിച്ചറിയാൻ കഴിയാതെ തങ്ങളുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ സങ്കടങ്ങൾ കോരിയിടുന്നവർ, അവരെ മർദ്ദിക്കുന്നവരും ഉപദ്രവിക്കുന്നവരും വേദനിപ്പിക്കുന്നവരും ഓർക്കുക, ഇഹലോകത്ത് നിന്ന് അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാതെ മടങ്ങിപ്പോവുക എന്നത് അസാധ്യമാണെന്ന് ഓർക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പഠിപ്പിച്ചത്, മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവന്റെ കാര്യത്തിൽ ഇഹലോകത്ത് നിന്നും തന്നെ അതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടല്ലാതെ അല്ലാഹു അവന്റെ കാര്യത്തിൽ ശിക്ഷിക്കാൻ ധൃതി കൂട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയമൊക്കെയും അതീവ ഗൗരവമുള്ളതാണ് എന്ന് എന്റെ മുമ്പിലിരിക്കുന്ന ഞാനടക്കമുള്ള ഓരോ മക്കളോടും ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് മഹാനായ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മാതാവിന്റെ സംഭവമാണ്. ആ മാതാവിനോട് അള്ളാഹു അവർക്ക് കൊടുത്ത യഖീൻ, അള്ളാഹു അക്ഷരാർത്ഥത്തിൽ അവരോട് ചെയ്ത വാഗ്ദാനം പാലിക്കുകയും ചെയ്തു. ആ കൊട്ടാരത്തിൽ മകനെ വളർത്തുകയും അതേ സന്ദർഭത്തിൽ മുല കൊടുക്കാനുള്ള സൗകര്യം മാതാവിന് തന്നെ തിരിച്ചു നൽകുകയും ചെയ്തുകൊണ്ട് അള്ളാഹു ആ വിശ്വാസിയായ മാതാവിന് മനോധൈര്യവും മനഃശക്തിയും വിജയവും നൽകിയത് നമുക്ക് കാണുവാൻ കഴിയും. നമ്മളൊക്കെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളൊക്കെയും നമ്മുടെ കഴിവിലാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, തവക്കുൽ എന്ന് പറയുന്ന അള്ളാഹുവിൽ അർപ്പിക്കുന്ന, അള്ളാഹുവിൽ ഏൽപ്പിക്കുന്ന ആ വിശ്വാസം നൽകുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ അഭാവത്തിൽ സ്വന്തം കഴിവുകളിൽ മാത്രം ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ നിരാശപ്പെടുകയാണ്. എനിക്കതിനുള്ള ആരോഗ്യമില്ല, എനിക്കതിനുള്ള സമ്പത്തില്ല, എനിക്കതിനുള്ള ആയുസില്ല, ഇങ്ങനെ തുടങ്ങി എല്ലാത്തിൽ നിരാശപ്പെടുന്നു മാറി നിൽക്കുന്നതിനപ്പുറം അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിക്കുന്ന, അള്ളാഹു എന്റെ ഒപ്പമുള്ളെങ്കിലുള്ള സാധ്യത എന്റെ സാധ്യതയല്ല എന്ന് തിരിച്ചറിയാൻ ഈ വിശ്വാസമാണ് നമുക്ക് കരുത്തു തരുന്നത് എന്ന് നമ്മൾ അറിയണം. പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം, ഇക്കൂട്ടത്തിൽ ഒന്നുകൂടി ഞാൻ സൂചിപ്പിക്കട്ടെ, ഇന്നത്തെ പത്രത്തിൽ വായിച്ചതാണ്, ഇന്നത്തെ പത്രത്തിൽ കണ്ട ഒരു വാർത്തയാണ്. 60കാരനായ പിതാവ്, 58കാരിയായ മാതാവ്, 28 വയസ്സുകാരനായ മകൻ, 3 പേരും കൂടി കേരളത്തിന് പുറത്ത്, മലയാളികളായവർ കേരളത്തിന് പുറത്തുപോയി ഒരു കാറിനുള്ളിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്ന, എന്നിട്ട് അതിന്റെ വാർത്തയിൽ നമ്മൾ വായിക്കുന്നത് സാമ്പത്തിക പ്രയാസമാണ് കാരണം എന്ന് പറയപ്പെടുന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ തനിക്ക് മുകളിൽ തന്നോടൊപ്പം തനിക്കൊരു രക്ഷിതാവുണ്ട് എന്ന് വിശ്വസിക്കുന്നവരായിരുന്നെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ആ കുട്ടികൾക്കെങ്കിലും അത്തരം ഒരു വിശ്വാസം പകർന്നിരുന്നുവെങ്കിൽ 28കാരനടക്കം ആത്മഹത്യ ചെയ്യേണ്ടി വരുമാന്ന ഒരു നിരാശയിലേക്കാരും പോകുമായിരുന്നില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് നൽകുന്ന അള്ളാഹുവുമായുള്ള നല്ല ബന്ധത്തിന്റെ ഏറ്റവും വലിയ സൽഫലമാണ് ഈ മനോധൈര്യവും മനസ്സമാധാനവും എന്ന് നമ്മൾ തിരിച്ചറിയണം. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം കുട്ടികളില്ല, പ്രായമായി. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്, പടച്ചവനെ എനിക്കൊരു സന്താനത്തെ തരണമേ. ഈ സമയത്ത് അതിന് മറുപടിയായി, യാ സക്കരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ,
സൂറത്തുൽ മറിയമിലെ 7-ാമത്തെ ആയത്തിൽ നമുക്കത് വായിക്കാം. സക്കരിയ, ഇതാ ഞാൻ നിന്നെ ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്, നിനക്കൊരു മകൻ വരാൻ പോകുന്നു. എന്നിട്ടോ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ, അവന്റെ പേര് യഹ്യ എന്നാണ്. ആ പേരാകട്ടെ മുമ്പ് എവിടെയും കേൾക്കാത്ത ഒരു പേരുമാണ്. കാല റബ്ബി, ഈ സമയത്ത് സ്വാഭാവികമായൊരു മനുഷ്യന്റെ പ്രതികരണം പോലെ സക്കരിയ അലൈഹിസ്സലാം ചോദിക്കുന്നു, റബ്ബി അന്നാ യകൂനു ലീ ഗുലാം, അല്ലാഹുവേ എനിക്ക് എങ്ങനെയാണ് ഒരു കുട്ടിയുണ്ടാവുക? എങ്ങനെ? അതുവരെ പ്രാർത്ഥിച്ച ആളാണ്, പക്ഷെങ്കിലും അത് ലഭിച്ചപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെടുകയാണ്. എങ്ങനെയാണ് എനിക്കൊരു കുട്ടിയുണ്ടാവുക? വകാനത് ഇംറഅതി യാഖിറ, എന്റെ ഭാര്യ അങ്ങേയറ്റം പ്രസവിക്കാൻ കഴിയാത്ത ഒരു വന്ധ്യയായ ഒരവസ്ഥ, ഒരു സ്ത്രീയാണ്. അതുപോലെ തന്നെ ബലഗതു മിനൽ കിബ്രി ഇതിയ, ഞാനാകട്ടെ പ്രായാധിക്യത്താൽ വിവശനായിരിക്കുന്നു. ഇത്തിയ എന്ന വാക്കിന്റെ ചില അർത്ഥം പിച്ചും പേയും പറയുന്നവെന്നാണ്. ആ ഒരു പ്രായഘട്ടത്തിലേക്ക് എത്തിയ ഒരവസ്ഥയെ കുറിച്ചാണ് അത് പറയുക. അത്തരത്തിലുള്ളൊരു അവസ്ഥയിൽ ഞാനും എത്തിയിരിക്കുന്നു റബ്ബേ, പിന്നെ എങ്ങനെയാണ് കുട്ടിയുണ്ടാവുക? ഈ സമയത്ത് അല്ലാഹ് പറയുന്നുണ്ട്, കാല കദാലിക കാല റബ്ബുക ഹുവ അലയ്യ ഹയ്യൻ, അപ്രകാരമാണ് നിന്റെ റബ്ബ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിന് അത് എളുപ്പമാണ്. മാത്രല്ല അല്ലാഹ് പറഞ്ഞു, ഒന്നുമല്ലാത്തൊരവസ്ഥയിൽ നിന്ന്, ഒന്നുമല്ലാത്തതിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ചവനാണവൻ, ഒന്നും കഴിയാത്ത ഒരു റബ്ബല്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു അള്ളാഹുവുമായുള്ള ഊഷ്മളമായ ആത്മാർത്ഥമായ ബന്ധം നമുക്ക് നൽകുന്ന ഒരു യഖീൻ മറ്റൊന്നുകൊണ്ടും സാധ്യമല്ല. മറിച്ച് അതല്ലാത്ത എന്തിൽ നമ്മൾ വിശ്വാസമർപ്പിച്ചാലും, നേരത്തെ പറഞ്ഞതുപോലെ അവസാനം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്തിപ്പെടാൻ പോകുന്നത് ആ അർത്ഥത്തിലുള്ള ദുരന്തമാണ് എന്ന് നമ്മൾ അറിയണം. രണ്ടാമതായി, വിശ്വാസം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു നന്മ എന്ന് പറയുന്നത് സംതൃപ്തി അടയുക എന്നുള്ളതാണ്. അള്ളാഹു നൽകിയതിൽ, അള്ളാഹു നമുക്കേകിയതിൽ സംതൃപ്തി അടയാൻ കഴിയുന്നതും ഈ അള്ളാഹുവുമായുള്ള നല്ല വിശ്വാസത്തിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ള സഹോദരങ്ങളെ, അതൊരു ചെറിയ കാര്യമല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ അള്ളാഹു നൽകിയതിൽ ഒരാൾ തൃപ്തനാവുകയാണ് എങ്കിൽ തീർച്ചയായും അള്ളാഹുവും അവനെ തൃപ്തിപ്പെടും. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ ആഗ്രഹിച്ചതുപോലെയല്ല. നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചതാണ്. ഒരു വലിയ സദസ്സിനോട്, അല്ലെങ്കിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളോട് തന്നെ ചോദിക്കുകയാണെങ്കിലും, നിങ്ങളൊക്കെ ജീവിതത്തിൽ ചെറുപ്പത്തിൽ ആഗ്രഹിച്ചതുപോലെയാണോ നിങ്ങളുടെയൊക്കെ ജീവിതം ഇപ്പോൾ എത്തിപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ഒരു 90% ആളുകൾ, അല്ലെങ്കിൽ അതിലേറെയും ആളുകൾ പറയുക അങ്ങനെയല്ല എന്ന് തന്നെയാണ്. സ്വാഭാവികമാണ്. അല്ലാഹുവിൻ്റെ അവൻ്റെ ഖദറും അവൻ്റെ വിധിയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അവൻ്റെ തീരുമാനങ്ങൾക്കും വലിയ പങ്കാണുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് ലഭിച്ചതിൽ തൃപ്തിയടയുന്ന, സംതൃപ്തിയടയുന്ന ഒരു മനസ്സുണ്ടാവുക എന്നതും ശാന്തതയുള്ള ഒരു ജീവിതത്തിന്റെ ഏറ്റവും സുപ്രധാനമായ ഘടകമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അജബൻ ലി അംരിൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. കാരണം അവന് എന്തെങ്കിലും ഖൈറാണ് വരുന്നതെങ്കിൽ ശക്കറ, അവൻ അള്ളാഹുവിന് നന്ദി പറയും, അതിനും അവൻ കൂലി മേടിക്കും. അതല്ല, അവനിനി ഒരു പ്രയാസമാണ് വരുന്നതെങ്കിലോ സബറ, അവൻ ക്ഷമിക്കും, അങ്ങനെയും അവൻ കൂലി മേടിക്കും. എല്ലാ നിലക്കും പ്രതിഫലം സമ്പാദിക്കുന്ന അനുഗ്രഹീതമായ വ്യക്തിത്വമാണ്. പ്രിയമുള്ളവരെ, പലരും അവർക്ക് ലഭിച്ചതിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും മറ്റുള്ളവർക്ക് ലഭിച്ചതിനെ കുറിച്ച് അമിതമായി ചിന്തിക്കുകയും ചെയ്തുകൊണ്ടാണ് പലരും ടെൻഷനും സങ്കടങ്ങളും ഒക്കെ ഏറ്റുവാങ്ങുന്നത്. നമ്മളൊക്കെ നമസ്കാര ശേഷം നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത്, പടച്ചവനെ നീ എനിക്ക് തരാൻ തീരുമാനിച്ചത് തടയുവാൻ ആരുമില്ല, വലാ മുഅ്തിയ ലിമാ മനഅത്, നീ തടഞ്ഞതാകട്ടെ എനിക്ക് തരാനുമാരുമില്ല. നീ എനിക്ക് തരാൻ തീരുമാനിച്ചത് തടയാനുമാരുമില്ല, നീ തടയാൻ തീരുമാനിച്ച് തരാനും രണ്ടിനും ആരുമില്ല, നീ മാത്രമാണ് തരുന്നതും തടയുന്നതും എന്നെല്ലാ നമസ്കാര ശേഷവും പ്രാർത്ഥിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ വിധിയിലും അവന്റെ ഖളായിലും തൃപ്തിപ്പെടാൻ സാധിക്കുക എന്നതും ഈ വിശ്വാസത്തിന്റെ സൽഫലമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ അർത്ഥത്തിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നമ്മളും പടച്ച തമ്പുരാനും തമ്മിലുള്ള ബന്ധങ്ങളെ ഊഷ്മളമാക്കുന്നതിൽ മറ്റെന്തിനേക്കാളും ശ്രദ്ധ നമ്മൾ പതിപ്പിക്കുക, മറ്റാരെ സന്തോഷിപ്പിക്കുന്നതിലും
അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധ പുലർത്തുക. അതിലാണ് ജീവിതത്തിന്റെ ആനന്ദം, അതിലാണ് ജീവിതത്തിന്റെ സമാധാനം, അതിലാണ് ജീവിതത്തിന്റെ സന്തോഷം. അതിനപ്പുറത്ത് കൊമ്പ് കടന്നാൽ നമ്മ മറന്നു കഴിഞ്ഞാൽ അവന് ഇടുങ്ങിയ ജീവിതമാണുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ താക്കീത് നൽകുന്നുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിന്ന് അകലുന്നതിനനുസരിച്ച് ജീവിതം കുടുസായി മാറുമെന്ന വിശുദ്ധ ഖുർആന്റെ വാക്യവും ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കുക. അള്ളാഹു അവനുമായി ഏറ്റവും നല്ല ബന്ധം പുലർത്തുന്ന നല്ലവരായ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പിശാചിന്റെ പ്രേരണകളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നുമൊക്കെ കുതറി മാറാൻ കെൽപ്പുള്ള വിശ്വാസവും യഖീനുമുള്ള നല്ല വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചും സൂക്ഷിച്ചും മുത്തക്കീങ്ങളായി ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അവൻ്റെ പ്രിയങ്കരരായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, എല്ലാ ദിവസങ്ങളിലും എന്ന പോലെ പുറത്തു വരുന്ന വാർത്തകൾ പലതും നമ്മളെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ ചില വാർത്തകളൊക്കെ മുസ്ലിം സമൂഹത്തിന് വിശേഷിച്ചും ആശ്വാസം നൽകുന്ന വാർത്തകളാണ്. ഏറ്റവും അവസാനം നമുക്കറിയാം, 7.5 മാസമായി അന്യായമായി തടവിൽ പാർപ്പിച്ച ന്യൂസ് ക്ലിക്ക് എന്ന മാധ്യമത്തിൻ്റെ സ്ഥാപകൻ പ്രബീർ പുർക്കായസ്തയെ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി. നമുക്കറിയാം, ഈ മീഡിയകൾ, കേരളത്തിലെ മീഡിയ വൺ അടക്കമുള്ള എല്ലാ മീഡിയകളോടുമുള്ള ഭരണകൂടത്തിൻ്റെ വെറുപ്പിൻ്റെ കാരണം ഭരണകൂടത്തിൻ്റെ കൊള്ളരുതായ്മകളെ ചോദിക്കുന്നു, ചൂണ്ടിക്കാണിക്കുന്നു എന്നതാണ്. ഈ ഒരു മാനസികാവസ്ഥയിൽ എല്ലാ ധിക്കാരികളായ ഭരണാധികാരികളെയും പോലെ, ഭരണകൂടങ്ങളെപ്പോലെ 7.5 മാസമാണ് ഒരു മനുഷ്യൻ്റെ, അതും ഒരു മാധ്യമരംഗത്ത് ഒരുപാട് കാലത്തെ പഴക്കവും തഴക്കവുമുള്ള ഒരു പത്രസ്ഥാപനത്തിൻ്റെ, ഒരു മീഡിയയുടെ ഉടമസ്ഥനെ തടവിലാക്കിയത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർത്തു പോകുന്നത് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഒരിക്കൽ ഖുതുബക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ മിമ്പറിലേക്ക് നടന്നു നീങ്ങുമ്പോഴാണ് അദ്ദേഹത്തെ ഒരാൾ പിടിച്ചു വലിക്കുന്നൊരു അനുയായി പിടിച്ചു വലിക്കുന്നു. അദ്ദേഹത്തോട് ചോദിക്കുന്നത്, നിങ്ങൾ ധരിച്ച വസ്ത്രം എല്ലാവർക്കും വിതരണം ചെയ്ത വസ്ത്രത്തിൻ്റെ അളവിലാണെങ്കിൽ താങ്കൾക്ക് ധരിക്കാൻ ഈ വസ്ത്രം, ഈ നൽകി കിട്ടിയ തുണി മതിയാവുകയില്ല. എങ്ങനെയാണ് താങ്കൾ മാത്രം, അതും വലിയ ഉയരമുള്ള അധികായകനായ താങ്കൾക്ക് ഈ വസ്ത്രം ധരിക്കാനുള്ള വസ്ത്രം എവിടെ നിന്ന് കിട്ടി? ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അതും ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ വെച്ച്, ഒരു പള്ളിയിൽ വെച്ച്, ഒരു സന്ദർഭത്തിൽ, ഇതുപോലൊരു സന്ദർഭത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ. പക്ഷേ അക്ഷോഭ്യനായി അദ്ദേഹം അവിടെ നിൽക്കുകയും അതിന് മറുപടി പറയാൻ തൻ്റെ മകനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആവശ്യപ്പെടുന്നു. അദ്ദേഹം പറയുന്നു, നിങ്ങൾ അറിയണം, എനിക്ക് ലഭിച്ച എൻ്റെ വസ്ത്രം കൂടി ഞാൻ എൻ്റെ പിതാവിന് കൊടുത്തത് കൊണ്ടാണ് അദ്ദേഹം ആ വസ്ത്രം ധരിച്ചിട്ടുള്ളത്. സന്തോഷത്തോടുകൂടി ഉമറും ചോദ്യകർത്താവും തിരിച്ചു പോകുന്ന, കർമ്മങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന കാഴ്ച. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ നീതിയുടെയും ധർമ്മത്തെയും പാലിച്ചവർ, എപ്പോഴും നീതിയും ശരിയിലൂടെയും സഞ്ചരിച്ചവർക്ക് ഭയപ്പെടാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അതല്ല, പലതും മറച്ചു വെക്കാനുള്ളവർ അക്രമങ്ങളും മർദ്ദനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് ആരും സുരക്ഷിതരല്ല എന്ന പാഠമാണ് ഈ സന്ദർഭത്തിലും നമ്മളെ അനുസ്മരിപ്പിക്കുന്നത്. എന്തായിരുന്നാലും ഇതുപോലെ നീതി നിഷേധിക്കപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യരാണ്. അവർ ചെയ്ത തെറ്റെന്താണെന്നോ അവരുടെ ചാർജ് ഷീറ്റ്, ഇദ്ദേഹത്തിൻ്റെ വിഷയത്തിലും അദ്ദേഹത്തിൻ്റെ ചാർജ് ഷീറ്റ് പോലും, അതിൻ്റെ ഒരു കോപ്പി പോലും അദ്ദേഹത്തിന് നൽകിയില്ല. UAPA പോലുള്ള ഭീകര നിയമങ്ങളൊക്കെ ചാർത്തിയാണ് തടവറയിൽ പാർപ്പിച്ചത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ അന്യായമായി തടവിലാക്കപ്പെട്ട 10,000-കണക്കിന് മനുഷ്യർ, ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഉള്ള ഒരു നാടാണ് നമ്മുടേത് എന്നുകൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കുക. നീതിയും ശരിയും പുലരുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് നമ്മുടെ മുമ്പിൽ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. പടച്ച തമ്പുരാൻ
അത്തരത്തിലുള്ള നല്ലൊരു സാഹചര്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരൻ, അറിയിപ്പുകളുണ്ട്. അതിലൊന്ന്, നമ്മൾ കഴിഞ്ഞ റമളാന് മുമ്പ് വരെ എല്ലാ മാസങ്ങളും നടത്തി വരുന്ന ഒരു ഖുർആൻ ടോക്ക് എന്ന് പറയുന്ന ഖുർആനെ ആഴത്തിൽ പഠിക്കുന്ന, എന്നാൽ വളരെ വളരെ ലളിതമായി വിഷയം അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം എല്ലാ മാസവും ICS ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നിരുന്നു. ഇൻഷാ അല്ലാഹ് അതിൻ്റെ തുടർച്ചയായി ഈ വരുന്ന 21-ാം തീയതി ചൊവ്വാഴ്ച മഗ്‌രിബിന് ശേഷം 7:15 ആ പ്രോഗ്രാം വീണ്ടും ഉണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും നമ്മുടെ കുടുംബങ്ങളൊക്കെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് ആ പരിപാടിയിൽ സംബന്ധിക്കണമെന്ന്, അത് കേൾക്കണമെന്ന്, മനസ്സിലാക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ നല്ല സംരംഭങ്ങളെയും വിജയിപ്പിക്കുമാറാകട്ടെ. രണ്ടാമത്, ചിലർ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന്, ചുങ്കത്ത് ഉള്ള ഒരു സഹോദരിയാണ്. അവരുടെ ക്യാൻസർ രോഗം കൊണ്ട് വല്ലാതെ വിഷമത്തിലും പ്രയാസത്തിലുമാണ്. കരുണാവാരിധിയായ റബ്ബ്, എല്ലാത്തിനും കഴിവുള്ള റബ്ബ് അള്ളാഹു പരമദയാലുവാണ്. അവരുടെ രോഗത്തിന് ശിഫയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ വേദനകൾ പരിഹരിക്കപ്പെടുകയും ആരോഗ്യം തിരിച്ചു നൽകുകയും ദീർഘായുസ് നൽകുകയും ദീർഘായുസ് കൊണ്ടും അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൊക്കെയും അള്ളാഹു അത്തരത്തിലുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റൊന്ന്, ആലത്തൂര് താമസിച്ചിരുന്ന റാന്തൽ സാഹിബിൻ്റെ മകൻ സുലൈമാൻ, അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞ ദിവസം. അദ്ദേഹം എളനാടാണ് ഇപ്പോൾ താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പടച്ചതമ്പുരാൻ നമ്മിൽ നിന്ന് യാത്രയായ സഹോദരന് മഗ്ഫിറത്തും മർഹമത്തും സ്വർഗവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും അദ്ദേഹത്തെയും എല്ലാം അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ നല്ലതായ ആഗ്രഹാഭിലാഷങ്ങളെല്ലാം അള്ളാഹു സാധിപ്പിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ നല്ല സംരംഭങ്ങളെയും അള്ളാഹു വിജയിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. لا تشوي خلقنا بالنار إنها بئس الدار وبئس المثوى وبئس القرار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. آمين آمين برحمتك يا أرحم الراحمين.